അയച്ചേണ്ട മെസ്സേജ് വരുന്നത് ഫ്രം ഓൺലി മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് ഒരു മേജർ അവാർഡ് കിട്ടിയൊരു സന്തോഷം തന്നെയാണ്. ഈ ഒരു സെമി സർക്കുലർ ഷേപ്പ് പലരും നെക്ക് പെയിൻ്റെ കാര്യം പറയുന്ന പലരും ഈ കുട്ടികളുടെ ലുക്കിംഗ് പോയിൻ്റായിട്ട് കരുതുന്നത് ബ്ലാക്ക് ബോർഡാണ്. ഉറപ്പായിട്ട് ഈ ഒരു വശത്തിരിക്കുന്നവർ തിരിഞ്ഞ് തന്നെ നോക്കേണ്ടി വരും, കഴുത്ത് വേദന എടുക്കും. പക്ഷേ ടീച്ചർ നിൽക്കേണ്ട പൊസിഷൻ നടുക്കായിരിക്കണം. അതെ അതെ, അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു നേർരേഖയിൽ ടീച്ചറിനെ ഫേവറബിൾ ആയിരുന്ന രീതിയിൽ കാണാൻ പറ്റും. ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മെസ്സേജിനെ സെല്ല് ചെയ്യാനാണ് എൻ്റെ അർത്ഥം. ഞങ്ങളത് സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കഥ പറയുന്നത് തന്നെ അജുവേട്ടൻ്റെ അടുത്താണ്. അജുവേട്ടനോട് അന്ന് ഗുപ്തൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പുള്ളി തന്നെയാണ് ഞങ്ങളെ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ, വല്ല വേരിയസ് പ്രൊഡക്ഷനിലേക്ക് എത്തി. പുള്ളിക്കൊന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. സ്കൂളുകളെ കൊണ്ട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ച സ്ഥാനാർത്ഥി സ്ത്രീക്കുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനീഷ് വിശ്വനാഥാണ് ഇപ്പം നമ്മളോടൊപ്പം. സ്വാഗതം. എങ്ങനെയുണ്ട് സിനിമയുടെ ഇപ്പം കിട്ടുന്ന റെസ്പോൺസ്? OTT റിലീസിന് ശേഷം ഹാപ്പിയാണ്? ഒരുപാട് ഹാപ്പിയാണ്. എങ്ങനെയുണ്ട് ആ ഒരു OTT എത്തിയതിനു ശേഷമുള്ള പ്രതികരണങ്ങൾ? ഇത് OTT വരാൻ നേരത്ത് വലിയൊരു സംസാര വിഷയമാവും എന്നുള്ളത് ഞങ്ങൾക്ക് ഷുവറായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ വന്നപ്പോൾ തന്നെ ക്രിറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും കണ്ട ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നും നല്ല റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ആ ഒരു ഇതിൽ നല്ലൊരു 1 വീക്ക് റൺ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ആഴ്ച പുഷ്പ 2 പോലൊരു വമ്പൻ്റെ മുന്നിൽ നമ്മുടെ 50ഓളം തിയേറ്റേഴ്സാണ് നമുക്ക് പോയത്. അപ്പോൾ ലിമിറ്റേഷൻസ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, പ്രൊഡക്ഷൻ ഹൗസിനും ഉണ്ടായിരുന്നു. അവരുടെ കഴിവിൻ്റെ പരമാവധി ബഡ്ജല്ല പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന പരമാവധി രീതിയിൽ പുഷ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ ഒരു വലിയ ഒരു ഇതിൻ്റെ മുമ്പിൽ ആ ഒരു പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എന്നാൽ പോലും റിമൈനിങ് ആയിട്ടുള്ള തിയേറ്റേഴ്സ് പിന്നീട് അടുത്ത 2 ആഴ്ച നല്ല രീതിയിൽ ഷോ പോയിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും OTT വരുന്ന സമയത്ത് ഇതൊരു ടോക്കാവും എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വല്ലാത്തൊരു ഒരു വിഷയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഉറപ്പായിട്ട് സന്തോഷം, അഭിമാനമൊക്കെ ഉണ്ട്. സെമി സർക്കിളായിട്ട് ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ പണ്ട് മുതലേ ഉണ്ട്, പക്ഷെ അധികം ആരും അപ്ലൈ ചെയ്ത് കണ്ടിട്ടില്ല. ഇതൊരു സിനിമയിലോട്ട് ത്രെഡാക്കാന്ന് എപ്പോഴാണ് ആ ഒരു ചിന്ത പോയത്? അതായത് നമുക്കിതിനൊരു ക്ലൈമാക്സിൽ ആൾക്കാർക്കൊരു വൗ ഫീലിംഗ് കൊണ്ടുവരണം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്നുള്ളതിൽ ഒരുപാട് നമുക്കിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുന്നൊന്നും ചർച്ചയൊന്നും പോയിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ DPP ഉണ്ടായിരുന്ന സമയത്ത് 3ാം ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. ഞാൻ റിസർച്ച് ചെയ്യുമ്പോൾ 1-2 സ്കൂളുകളിലൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിലോട്ടൊക്കെ ഈ പരിപാടി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ബാക്ക് ബെഞ്ചറായിട്ടുള്ള ശ്രീകുട്ടൻ ഇങ്ങനൊരു ഐഡിയ അപ്ലൈ ചെയ്യുന്നു. അത് അവൻ്റെ എതിരാളിയാണെന്ന് അവൻ കരുതിക്കൊണ്ടിരുന്ന അമ്പാടി അത് അപ്ലൈ ചെയ്യുന്നു എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കില്ലേ എന്നൊരു സാധനം വന്നു. അപ്പോൾ അത് ചെയ്യാം എന്നുള്ളൊരു ഇതിലും കൂടെ വന്നു. ഞങ്ങളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത ലെങ്ത്തിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അവിടെ BGM ഇട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു പാട്ട് വേണം എന്നൊരു സാധനം വരുമ്പോൾ അവിടെ PS ജയഹരി ഒരു ഗംഭീര പാട്ട്, അഹല്യ ഉണ്ണികൃഷ്ണൻ ഒരു വരികൾ എഴുതിയൊരു പാട്ട് കൂടി വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ പഞ്ച് ലൈൻ ആ വാനു വരാൻ എന്നുള്ള ആ ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ വരാൻ നേരത്ത് അതിൻ്റെ ഒരു പഞ്ച് ലൈൻ എല്ലാം കൂടി കൃത്യമായിട്ട് വന്നപ്പോൾ ഓഡിയൻസിന് അത് റൈറ്റായിട്ട് ഹിറ്റ് ചെയ്തു. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് പിന്നീട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ ഐഡിയ ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറേ ചർച്ചകളുണ്ട്, ഇങ്ങനെ ഒരു ക്ലാസിങ് അറേഞ്ച്മെൻറ്റ് രീതി വന്ന കുട്ടികൾക്ക് കഴുത്തിന് പ്രശ്നം, അങ്ങനെ അത്തരം കമൻറ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അതിനൊക്കെ മറുപടി? ശരിക്കും ഹെൽത്തിയാണ് അങ്ങനത്തെ. ഇപ്പോൾ ഞങ്ങളുടെ ആ ഷേപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള കമൻസ് ഉൾപ്പെടെ ഹെൽത്തിയാണ്. കാര്യം ഇവിടെ എല്ലാവരും യുനാനിമസ്ലി സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, റോ ടൈപ്പ് ഓഫ് ബെഞ്ചിങ് സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈ സിനിമ ഈ ഷേപ്പാണ് മാത്രമാണ് ശരി എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. പകരം മറ്റ് റോ സിസ്റ്റത്തിൽ ഒരു പ്രശ്നമുണ്ട്, ഈ ഫ്രണ്ട് ബെഞ്ചർ ബാക്ക് ബെഞ്ചർ ഡൈവേർഷനിലൊരു പ്രശ്നമുണ്ട്. അതിന് പകരം അവർ ഒരു 7ാം ക്ലാസ്സിൻ്റെ ബുദ്ധിയിൽ തോന്നിയൊരു ഷേപ്പ് മാത്രമാണത്. അപ്പോൾ ഇത് അഡാപ്റ്റ് ചെയ്ത സ്കൂളുകൾ ഇതൊരു ട്രയൽ ആൻഡ് എറർ പീരീഡ് വച്ചിട്ട്, ഇപ്പോൾ വാളകം സ്കൂളിലൊക്കെ ഇത് അപ്ലൈ ചെയ്തിട്ട് 1 വർഷത്തിന് മേലെ ഈ ഒരു അവർ തന്നെ ടീച്ചേഴ്സ് നമുക്ക് തന്ന റെസ്പോൺസ് ഉണ്ട്, സാറേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടത് ഇതാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യൂരിയസ് ആയി കൂടുതൽ ചോദിച്ചു. അതായത് ഈ ഒരു സെമി സർക്കുലർ ഷേപ്പ് പലരും നെക്ക് പെയിൻ്റെ കാര്യം പറയുന്ന പലരും ഈ കുട്ടികളുടെ ലുക്കിംഗ് പോയിൻ്റായിട്ട് കരുതുന്നത് ബ്ലാക്ക് ബോർഡാണ്. ഉറപ്പായിട്ട് ഈ ഒരു വശത്തിരിക്കുന്നവർ തിരിഞ്ഞ് തന്നെ നോക്കേണ്ടി വരും, കഴുത്ത് വേദന എടുക്കും. പക്ഷേ ടീച്ചർ നിൽക്കേണ്ട പൊസിഷൻ നടുക്കായിരിക്കണം. അതെ അതെ, അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു നേർരേഖയിൽ ടീച്ചറിനെ ഫേവറബിൾ ആയിരുന്ന രീതിയിൽ കാണാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ നോട്ട് എഴുതുന്ന സമയത്ത് മാത്രം. ഇപ്പോൾ ഈ സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ വന്ന സമയത്ത് ബ്ലാക്ക് ബോർഡ് ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. നോട്ട് എഴുതുന്ന സമയത്ത് മാത്രം ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല ഇങ്ങനെ ഇരുന്നുകൊണ്ടും റൊട്ടേഷൻ പോസിബിളാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം ഫുള്ള് കഴിയാൻ നേരത്ത് ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൻ്റെ റൂമിൻ്റെ എല്ലാ വശത്തു നിന്നും ഒരു വ്യൂ കിട്ടുന്നുണ്ട്. സോ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളുകൾക്ക് ഇതവർക്ക് വർക്കാണ്. ഈ പറയുന്ന നെക്ക് പെയിൻ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. പല സ്കൂളുകാരും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്ന് അവർ സ്റ്റഡി ചെയ്യുന്നുണ്ട്. സോ അത് തന്നെയാണ് നമ്മൾ
മുമ്പോട്ട് വെച്ച സാധനത്ത് നിന്ന് അഡാപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വരുന്ന വിമർശനങ്ങൾ ഉൾപ്പെടെ ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഇത് അപ്ലൈ ചെയ്യുന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിഷൻ അതിനെ എതിർത്തിരുന്നു. പക്ഷേ എതിർക്കുമ്പോൾ പോലും അവർ ഈ പറയുന്ന റോസ് ബെഞ്ചിങ് സിസ്റ്റം പ്രശ്നമാണെന്ന് അവരും സമ്മതിക്കുന്നുണ്ട്. സോ ഹെൽത്തിയാണ് അത്തരം ചർച്ചകൾ. നമ്മൾ ഇനീഷ്യൽ ഓഡിയൻസിന് ശരിക്കും അവരോട് നന്ദി പറയേണ്ട ഒരിതുണ്ട്. കാര്യം ഒരു ചെറിയ സിനിമ ഇത് തിയേറ്ററിൽ പോയി കാണണോ എന്നെല്ലാവരും മടിച്ചിരുന്നൊരു സമയത്ത് അത് പോയി കണ്ട് അതിന് കൃത്യമായിട്ടുള്ള അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ അവരാണ് ഞങ്ങളെ ആദ്യം വിശ്വസിച്ചത്. ഇപ്പോൾ മഹാഭൂരിപക്ഷം പേരും നമ്മളെ വിശ്വസിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളെ വിശ്വസിച്ചവരാണ്. അപ്പോൾ അവരോട് നന്ദി പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ 6 മാസത്തെ പീരീഡ് എന്ന് പറയുന്നത് കുറേ റിജക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പടം, വലിയ താരങ്ങളില്ല, കുട്ടികളാണ് മേജർ കാസ്റ്റ്, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ ക്രൈറ്റീരിയ ഇപ്പോൾ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി എന്നുള്ളതിൽ ഉപരി അതിൻ്റെ കൊമേഴ്ഷ്യലി അതെങ്ങനെ താരങ്ങളുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിൽ ഇപ്പോൾ മറ്റ് കഥകൾ കൊണ്ട് മറ്റ് പ്രൊഡക്ഷൻ ഹൗസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പടത്തിൻ്റെ ആളെന്ന് പറയുമ്പോൾ നമ്മളെ അറിയാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മൂവ് ഓൺ ആകേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും അത് തന്നെ പറഞ്ഞുകൊണ്ട് ഇരുന്നാലല്ല. ഈ സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു പൊസിഷനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുറേ കൂടി അടുത്ത സിനിമ എന്നുള്ള കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി കുറേ കൂടുകയാണ്. ഞങ്ങൾക്കും പ്രൊഡക്ഷൻ ഹൗസിനും ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും കൂടുകയാണ്. സോ അത്തരം കാര്യങ്ങളാണ് ഇനി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആദ്യ സിനിമ തന്നെ ഒരു അഡ്രസ്സായിരിക്കണമെന്ന് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നു. ഇപ്പോൾ ആ സിനിമ അഡ്രസ്സായി കഴിഞ്ഞു. ആ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കി. എങ്ങനെയുണ്ട് ഇപ്പം ഒരുപാട് സ്കൂളുകൾ ഇപ്പം വിളിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ആദ്യത്തെ 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്കിലൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞങ്ങളെ കൂടെ കൊളാബ് ചെയ്തിടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു കൗണ്ട് സൂക്ഷിക്കാൻ പറ്റിയിരുന്നു. പഞ്ചാബിൽ നിന്നൊരു സ്കൂൾ വന്നിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കൗണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഹിന്ദു പത്രത്തിൻ്റെ ഫ്രണ്ട് എഡിഷനായിട്ട് അതിൻ്റെ വേൾഡ് വൈഡ് എഡിഷനിൽ മൊത്തം ഇതിൻ്റെ ഒരു ന്യൂസ് പോയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് ഒരു വൈഡ് സ്പ്രെഡ് ആകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫീഡോ അല്ലെങ്കിൽ ട്വിറ്ററോ നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ പുതിയ സ്കൂളുകൾ ഓരോ അവറിലും ആഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ കൗണ്ട് ചെയ്യാന്നുള്ളൊരു പോസിബിലിറ്റി അല്ലാത്തൊരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഫുൾ സ്കൂളുകൾ നടപ്പിലാക്കി. ഇന്നിപ്പോൾ രാവിലെ അറിയുന്ന ഹൈദരാബാദിൽ കളക്ടറിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് ഈ ഷേപ്പ് നടപ്പിലാക്കുക എന്നുള്ളൊരിതിൽ. പിന്നെ ഒഡീഷ, ഗുജറാത്തിലൊക്കെ ചില സ്കൂളുകൾ അപ്ലൈ ചെയ്യുന്നു പറയപ്പെടുന്നു. അതിന് കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബംഗാളിൽ ഒഫീഷ്യലി സ്കൂളുകളിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ആശയം തുടങ്ങുന്നത്? ഈ ഒരു സിനിമ തുടക്കം വരുന്നത് എങ്ങനെയാണ്? തുടക്കം കാക്കാമുട്ടൈ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കുട്ടികളെ വെച്ചിട്ടൊരു ഐഡിയ എന്നുള്ളൊരു സാധനം എനിക്ക് സ്ട്രൈക്ക് ചെയ്തിരുന്നു. കുട്ടികളുടെ സിനിമ എന്നുള്ളതല്ല, നമ്മുടെ സിനിമയും കുട്ടികളുടെ സിനിമ എന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ വെച്ചിട്ടുള്ളൊരു കംപ്ലീറ്റ് കൊമേഴ്ഷ്യലായിട്ടുള്ളൊരു സിനിമ എന്നുള്ളൊരു തന്നെ ആലോചിച്ചിരുന്നു. അപ്പോൾ കിട്ടുന്നൊരു കഥ അന്ന് 2018 എൻ്റെയോട് കൂടിയാണ് കഥ കിട്ടുന്നത്. അപ്പോൾ അന്ന് സിനിമ ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നുമില്ല. സിനിമയിലേക്ക് കുറച്ച് കഴിഞ്ഞ് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഷോർട്ട് ഫിലിമായിട്ട് ആലോചിച്ചൊരു ഐഡിയ. അന്ന് ഇത്രയും ഡെപ്തോ അല്ലെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കലി ആംഗിളോ ഒന്നും ഇല്ലാത്തൊരു 20 മിനിറ്റ് ഒരു ചിരിപ്പടം എന്നുള്ളൊരു നിലയ്ക്ക് ചെയ്യാനിരുന്ന സബ്ജക്റ്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയും. ആ ചർച്ച പ്രധാനമായിട്ടും 4 പേരിൽ കേന്ദ്രീകരിക്കുകയും മുരളീകൃഷ്ണൻ, കൈലാഷസ് ഭവൻ, ആനന്ദ് മനോദൻ, പിന്നെ ഞാൻ, ഇത്രയും പേരിൽ കേന്ദ്രീകരിക്കുക. ഞങ്ങൾക്കിത് കോറൈറ്റ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വരും. നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഒരുപാട് സ്കൂളുകൾ റിസർച്ച് ചെയ്യും, പാരൻസിൻ്റെ അധ്യാപകരുടെ പെർമിഷനോടുകൂടി കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ വരുന്നത്. പിന്നെ ടെക്നിക്കാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അതിൻ്റെ ജെന്യുവൻ സോഴ്സുകളിൽ നിന്ന് അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഥയിലെ പല കഥാപാത്രങ്ങളും 80% ഓഫ് ക്യാരക്ടേഴ്സ് അഡാപ്റ്റഡ് ഫ്രം റിയൽ പീപ്പിളാണ്, റിയൽ ഇവൻറ്റ്സ് ആണ്. ഇൻക്ലൂഡിങ് ദിസ് വസ്മൺ ബീം എന്ന് പറയുന്ന സാധനം പോലും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു ജെന്യുവിനിറ്റി കൊണ്ടുവരാൻ ഞങ്ങളുടെ ആ ഒരുപാട് നാളത്തെ ഒരു യാത്രകളും ഇൻ്റർവ്യൂസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ വ്യൂ പോയിന്റിലാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കും, ബാക്ക് ബെഞ്ചറാണോ? കാരണം സ്വന്തം കഥയാണ്, അല്ലെങ്കിൽ ഒരു 80% അനുഭവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് പഠനകാലത്ത് ഞാൻ ബാക്ക് ബെഞ്ചർ തന്നെയായിരുന്നു. പുക്കവും കൂടി ഉള്ളതുകൊണ്ട് ബാക്ക് ബെഞ്ചർ ടൈപ്പായിരുന്നു. പിന്നെ അങ്ങനെ അലമ്പെന്നോ വലിയ പഠിപ്പെന്നോ ഇല്ല, രണ്ടിൻ്റെ മിഡിലിരിക്കുന്നൊരു ഒരു കാറ്റഗറിയിലായിരുന്നു. അപ്പോൾ ഈ ശ്രീകുട്ടന്മാരെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ടീച്ചർമാരാൽ അവഗണന കിട്ടുന്ന, അപ്പോൾ ടീച്ചർമാരിൽ അവഗണന എനിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു CP ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്നോട് മര്യാദയ്ക്ക് പെരുമാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നില്ല എന്നൊരർത്ഥമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് പെരുമാറുന്നത് രണ്ട് രീതിക്കാണെന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 റൈറ്റേഴ്സിൻ്റെ 4 തരത്തിലുള്ള ചൈൽഡ്ഹുഡും 4 ടൈപ്പ് ഓഫ് സ്കൂളിങ്ങിൽ നിന്ന് വരുന്നവരാണ്. പക്ഷേ എല്ലാവർക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നത് CP എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്.
നമ്മൾ 4 പേരും പലരും ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മുരളി, കൈലാഷ് അവരൊന്നും ബാക്ക് ബെഞ്ചേഴ്സ് അല്ല. അപ്പോൾ എന്നാലും അവർക്ക് ഈ CP കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ പഠിപ്പിസ്റ്റായിട്ട് വരുന്ന അമ്പാടി അവൻ്റെ കഥ എന്താണ്, ശ്രീകുട്ടൻ്റെ ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ കഥ പറയുന്നതുകൊണ്ട് ഒരു വില്ലനാവാൻ വിധിക്കപ്പെട്ട ഒരുത്തൻ ആവരുത് അമ്പാടി എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. തുടക്കത്തിലേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇതൊരു മറ്റൊരു പഠിപ്പിസ്റ്റ് ക്ലീഷയിൽ അതെ 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 അങ്ങനെ കിടന്ന് കറങ്ങരുത്. നമ്മൾ ഇക്വാലിറ്റിയാണ് ക്ലൈമാക്സിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അമ്പാടിയെ പോലൊരു പഠിക്കുന്ന കുട്ടിയെ അങ്ങ് ഒരു വില്ലൻ സൈഡിൽ നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഈക്വലായിട്ടല്ല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് ഈ ആ പൊളിറ്റിക്സ് പറയാനുള്ള ഒരു അവകാശം നമുക്കില്ലാതെയാവും. സോ അതുകൊണ്ട് അങ്ങനെ മനഃപൂർവ്വം എടുത്തൊരു ഡിസിഷൻസാണ് അങ്ങനെയുള്ള കാര്യം. ഈ ബാക്ക് ബെഞ്ചിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ടോക്സിക് ടീച്ചിങ് സിനിമയിലൊരു മെയിൻ പോയിൻ്റാണ്. അതെ അതെ. അതെപ്പോഴാണ് സിനിമയിലോട്ട് വരുന്നത്? അത് ആക്ച്വലി സിനിമയാകുമ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫിലിം വെർഷനിൽ ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു ടോക്സിക് പരിപാടിയൊന്നും അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 4 പേരും ചർച്ച ചെയ്തപ്പോൾ 4 പേർക്കും കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നു. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ CP ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡ്രാഫ്റ്റിൽ സുലേഖ ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചറായിട്ടായിരുന്നു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിക്ക് സിനിമ ഓൺ ചെയ്യാൻ ഒരുപാട് കാലതാമസം എടുത്തു. ഓൾറെഡി അജുവേട്ടൻ ഗുപ്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിരുന്നു ഇരുന്നത്, കണ്ണൻ നായർ ചെയ്ത ക്യാരക്ടർ ചെയ്യാനായിട്ടിരുന്നത്. പുള്ളി ഓൾറെഡി CP കേട്ടിട്ടല്ല സ്ക്രിപ്റ്റിലേക്ക് വന്നത്, ഈ സിനിമ കേട്ടിട്ടാണ്. പുള്ളിയോട് ചേട്ടാ നമ്മളിങ്ങനെ മാറ്റുകയാണ്, ക്യാരക്ടറിൻ്റെ നീഡും ഒബ്സ്റ്റക്കിളും എല്ലാം മാറും, ഫൈനൽ പർപ്പസും വേറൊരു പരിപാടിയായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിയോട് കഥ പറഞ്ഞ് പുള്ളിയൊരു ഡബിൾ ഓക്കെ ആയിരുന്നു. പുള്ളിയെ ചലഞ്ച് ചെയ്യുന്നൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ഏതൊരു നടനും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് അവരെ ചലഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ കംപ്ലീറ്റ് കൺട്രോൾ ഡയറക്ടറെ തന്നിട്ടാണ് പുള്ളി ഇതിലോട്ട് കയറുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഈസി പ്രോസസ്സായിരുന്നു. CP എന്ന് പറയുന്ന ഒരു കഥാപാത്രം പുള്ളിക്കും റിലേറ്റബിൾ ആയിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ച ഞങ്ങളുടെ ടെക്നീഷ്യൻസ് ഒട്ടുമിക്ക പേർക്കും CP റിലേറ്റബിൾ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് CP മെയിനായിട്ട്. ഈ പുതിയ ആൾക്കാർക്ക്, പുതിയ സിനിമാക്കാർക്കെല്ലാം അജു വർഗീസ് എന്നൊരു ആക്ടർ ഭയങ്കര സപ്പോർട്ടാണ്. പുള്ളിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അജു വർഗീസ് ത്രൂ ഔട്ട് ഫിലിമിൽ? ഗംഭീര സപ്പോർട്ടാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കഥ പറയുന്നത് തന്നെ അജുവേട്ടൻ്റെ അടുത്താണ്. അജുവേട്ടനോട് അന്ന് ഗുപ്തൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പുള്ളി തന്നെയാണ് ഞങ്ങളെ പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാൻ, വല്ല വേരിയസ് പ്രൊഡക്ഷനിലേക്ക് എത്തി. പുള്ളിക്കൊന്ന് കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിനെ കാണുകയും ഒരു 10-16 പ്രൊഡ്യൂസേഴ്സിന് ശേഷം ബഡ്ജറ്റ് ലാബിൽ ഞങ്ങൾ കഥ പറയും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നെ അജു വർഗീസ് ഈ ഇതിൽ പ്രോജക്റ്റിലുണ്ട് എന്നൊരു സാധനം വെച്ചിട്ട് പറയുകയും അത് പിന്നെ ആ രീതിക്ക് പറയും. പുള്ളി ഷൂട്ടിൻ്റെ സമയത്തായാലും പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തായാലും പ്രൊമോഷൻ്റെ സമയത്തായാലും ഈവൻ നൗ ഞാനിവിടെ ഫ്ലോറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ മോനെ പുതിയ ഇത് വരുന്നുണ്ട്, കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആണ് അതിൽ. ട്രെമൻഡസ് സപ്പോർട്ട്. അത് പുള്ളി ഒരു ഗംഭീര നടനാണ് എന്ന് പറയുന്ന പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിഗംഭീര പ്രൊഫഷണലാണ് അദ്ദേഹം. ഒരു ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാൾ പ്രൊഫഷണാലിറ്റി കുറച്ച് ഇതായ പ്രശ്നമായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അജു വർഗീസ് മാത്രമല്ല, ജോണി ആൻ്റണി ആയിക്കോട്ടെ, സൈജു കുറുപ്പ് ആയിക്കോട്ടെ, അഭിനയിച്ച എല്ലാവരിലും ആയിക്കോട്ടെ, ഒരുപറ്റം മികച്ച പ്രൊഫഷണൽസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ, ആദ്യ സിനിമയിൽ തന്നെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. ഇതിൽ കുട്ടികളെ കാസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ കാസ്റ്റിംഗ് ഒക്കെ? ഇത് ആക്ച്വലി ഞങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും വെച്ചിട്ട് ഒരു 2 ലെവൽ ഓഡീഷൻസ് നടത്തിയിരുന്നു. അപ്പോൾ അതിലേക്ക് വന്ന കുട്ടികളെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് സാം ജോർജ് എന്ന് പറയുന്ന തിയേറ്ററിക്കൽ ട്രെയിനറാണ്, ആക്ടിംഗ് ട്രെയിനറാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊരു ടീമുണ്ടായിരുന്നു, സുജയ്, പ്രണവ്, അഹല്യ, അഭിഷേക്, ഇങ്ങനെ 4 പേരടങ്ങുന്നൊരു ടീമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാസ്റ്റിംഗ് കാൾ മുതൽ ഓരോരുത്തരെ മീൻസ് ഇതിൻ്റെ എൻട്രി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ മെയിലിലേക്ക് ഏകദേശം 1500ഓളം മെയിലുകളാണ് വന്നത്. അപ്പോൾ ഓരോ മെയിലും ഞങ്ങൾ ഒന്നും വിടാതെ ചെക്ക് ചെയ്തു, ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ച് കുട്ടികളാക്കി വെച്ചിട്ട് ഞങ്ങൾ ഒരു 15 ദിവസത്തെ ആക്ടിങ് ക്യാമ്പ് ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തി. ട്രിവാൻഡ്രത്ത് വെച്ച് തന്നെ നടത്താനുള്ള പ്രധാന കാരണം ഇവിടുത്തെ സ്ലാങ്, ഇവിടുത്തെ ഒരു കൾച്ചറുമായിട്ട്, അത് കേരളത്തിൻ്റെ പല സൈഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം മതി കുട്ടികളെന്ന് നമ്മളുടെ ക്രൈറ്റീരിയ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പോകുന്നത് വേറെ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. സോ അങ്ങനെ വെച്ചില്ല, നമുക്ക് അവരെ ട്രെയിൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നു, അവർ കണ്ടു, ഒരു സ്ഥലത്ത് നിന്ന് അവർ സ്ലാങ് ഉൾപ്പെടെ പഠിക്കാൻ തുടങ്ങി. കാര്യം ഇതൊരു അവരെ പഠിപ്പിക്കുകയാണ്, അവരെ ട്രെയിൻ ചെയ്യാനാണെന്ന് അവർ പോലും അറിഞ്ഞിട്ടില്ല കളികളിലൂടെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളി ഭയങ്കര രസമായിട്ടാണ് സാം ജോർജ് സ്ലാങ് മതി എന്ന് ആദ്യമേ സെറ്റ് ചെയ്തിരുന്നു. മീൻസ് ഇത് ട്രിവാൻഡ്രം എന്നത് മാറി കാരേറ്റ് എന്ന് പറയുന്ന അത്രയും ലോക്കലായിട്ട് ഈ പടം വന്നാൽ നന്നായിരിക്കും നമുക്കൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് കുട്ടികളെ ഇപ്പോൾ ഡബ്ബിങ് സമയത്ത് പോലും അതിൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺ സെറ്റിലും ഈ സാം ജോർജിൻ്റെയും പുള്ളിക്കാരുടെ ടീമിൻ്റെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഷോട്ടിന് മുമ്പ് കയറുമ്പോഴും ലൈൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ടാണ്, ഇമോഷനൊന്നും പറഞ്ഞു കൊടുക്കില്ല, ജസ്റ്റ് ലൈൻ മാത്രം, കോണ്ടക്സ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ അവർ വിടും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയറാണ് പരിപാടികൾ. അപ്പോൾ ആ രീതിക്കാണ് കുട്ടികളെ വെച്ചിട്ട് അങ്ങനെ ഒരു ഔട്ട്പുട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു കമൻറ്റ് കിട്ടിയിരുന്നില്ല, അത് പുള്ളിയൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നു, പുള്ളിക്ക് ഒന്ന് കാണാം, ഒന്ന് കണ്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെറുതെ പറയുമായിരുന്നു. അപ്പോൾ ആണ് അയച്ചേണ്ട മെസ്സേജ് വരുന്നത് ഫ്രം
ഓൺലി മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്താണ് ഒരു മേജർ അവാർഡ് കിട്ടിയൊരു സന്തോഷം തന്നെയാണ്. പുള്ളി സജസ്റ്റ് ചെയ്തിട്ട് കണ്ടതാണോ അതോ അല്ലാതെ കാഷ്വൽ കണ്ടിട്ട് പുള്ളിക്ക് സജസ്റ്റ് ചെയ്തിരുന്നു, ഞാനും മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഓൾ ബെസ്റ്റ് വിഷസ് എന്നൊരു മെസ്സേജിൽ പറഞ്ഞത്. പക്ഷെ പുള്ളി ഈ ഒരു സെൻസേഷൻ, പുള്ളി അങ്ങനെ സിനിമകളും പുള്ളി യൂട്യൂബിൽ വരുന്ന കണ്ടൻറ്റും എല്ലാം കാണുന്നൊരു വ്യക്തിയാണ്. എല്ലാവരെയും പുള്ളി ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പുതുതായിട്ട് എന്ത് നടക്കുന്നു, കുട്ടികൾ എങ്ങനെ കാര്യങ്ങൾ പോർട്രേ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനും കൂടെയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഞങ്ങളുടെ പടം കണ്ടു, പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായി എന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. സിനിമയാണ് കരിയർ എന്ന് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഏതൊരു മൊമെൻറ്റിലെ ലൈഫിൽ സിനിമ മതി അല്ലെങ്കിൽ സിനിമയാണ് എൻ്റെ വഴി എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്? കോളേജൊക്കെ ആകുമ്പോഴാണ്. +2 വെച്ച് ഇങ്ങനെ ഞാൻ ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് +1 പഠിക്കുമ്പോഴാണ്. അപ്പം അന്ന് അത് പുറത്ത് കാണിക്കാൻ ക്വാളിറ്റി ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിമായിരുന്നു. ഡിഗ്രിയിലേക്കൊക്കെ വരുമ്പോഴാണ് ഇതാണ് കറക്റ്റ് പാത്ത് എന്നുള്ളൊരു ഇതിൽ വരികയും. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് യൂട്യൂബ് റിലീസായിട്ടുള്ള ഷോർട്ട് ഫിലിം വരികയും. പിന്നെ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തൊരു 5 ഷോർട്ട് ഫിലിമും ഒരു ഡോക്യുമെൻ്ററി ഉൾപ്പെടെ ചെയ്യാം, കുറച്ചൊക്കെ അവാർഡ്സൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു ഡിസിഷൻ ഫേമായിട്ട് എടുക്കുന്നത് കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. പിന്നെ AD ആയിട്ട് അന്വേഷണം മൂവിയിൽ AD ആയിട്ട് പിന്നെ എന്താ പറ്റിയത് പിന്നെ സിനിമാ കരിയറിൽ? കാരണം അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ ഒരു 5 വർഷത്തോളം അത് ഈ സിനിമയുടെ വർക്കിലായിരുന്നു. ഈ സിനിമയുടെ വർക്കിലായിരുന്നു. അന്വേഷണം റിലീസാവുന്നത് 2019. അപ്പോൾ 2018 തന്നെയാണ് ഇതിൻ്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടുന്നതും. അപ്പോൾ ഞാനവിടെ AD ആയിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇരുന്ന് ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ 2019 കോവിഡ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് വേറൊന്നും ഇനിയും സിനിമകൾ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം സിനിമ എന്നുള്ളൊരു സാഹചര്യത്തിൽ അത് പിന്നെ 20 എൻ്റെ ആയപ്പോഴത്തേക്കും പ്രൊഡക്ഷൻ മീറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി. സോ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല. സിനിമയിൽ പറയുന്ന പൊളിറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഈ സിനിമ ഇപ്പോൾ കാണിക്കുകയാണ്. അപ്പം സിനിമ ഒരു മെസ്സേജ് കൊടുക്കണം എന്നൊരു രീതിയിലാണോ അതോ അല്ല കഥയ്ക്ക് ആവശ്യമായ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന രീതിയിലാണോ സിനിമ കൺസീവ് ചെയ്യുന്നത്? ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഈ സിനിമ ഒരു മെസ്സേജ് ഒന്നും കൊടുത്തിട്ടില്ല. മീൻസ് അങ്ങനെയല്ല, ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മെസ്സേജിനെ സെല്ല് ചെയ്യാനാണ് എൻ്റെ അർത്ഥം. ഞങ്ങളത് സെല്ല് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ആ ഒരു ക്ലൈമാക്സിൽ എന്താണോ ആവശ്യം ആ സാധനം ഇട്ടു എന്നുള്ളതിലുപരി, അത് സമൂഹം അഡാപ്റ്റ് ചെയ്യുന്നുള്ളതിലുപരി ഒരു മെസ്സേജ് കൊടുക്കുക, അങ്ങനെ സിനിമ ചെയ്യുക എന്നുള്ളത് ആഗ്രഹം ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ടും തുടരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് മെസ്സേജായിട്ട് എടുക്കണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കണോ, എങ്ങനെ എടുക്കണം എന്നുള്ളത് പ്രേക്ഷകൻ്റെ കയ്യിലാണ്. സോ അവർക്ക് മെസ്സേജ് ആണെങ്കിൽ മെസ്സേജായിട്ട് എടുക്കാം. പറയാനുള്ള പൊളിറ്റിക്സ് പറയുക. അതെ. ഇപ്പം നേരത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, നമുക്ക് പരാജയപ്പെടുന്ന വലിയ സിനിമയുടെ ഡയറക്ടറാണെങ്കിൽ പിന്നെയും ഇൻഡസ്ട്രിയിൽ അറിയും, പക്ഷേ അല്ലാത്തൊരു കുഞ്ഞു പടം. പക്ഷേ ഇപ്പം കഥ മാറി. ഇപ്പം എങ്ങനെയാണ് കോളുകളൊക്കെ വരുന്നുണ്ടോ, പുതിയ പ്രോജക്റ്റുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഉറപ്പായിട്ടും കുറച്ചുകൂടി ആക്സസ് ഈസി ആയിട്ടുണ്ട്, നമ്മളെ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു തിരക്ക് മാറ്റി വെച്ച ഉടനെ അടുത്ത സിനിമയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി വന്നത് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീകുട്ടൻ തന്നെയാണ് അതിനുള്ള അഡ്രസ്സ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അതിന് ചർച്ചകളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും. ശരി, അപ്പോൾ താങ്ക് യു.